Good morning, dear students. In the last class, we have learned a little bit of introduction to start with this lesson, human reproduction. So today, I'm going to start with the first chapter, human reproduction, for the plus 2 zoology syllabus for CBSE, NCERT, and Kerala State syllabus. Okay, students, all organisms, they die, but their species continue. Why? The organisms die, but the species continue unless or until there is no natural calamities or an anthropogenic extinction. ഒരു ജീവി ജനിച്ചാൽ അവ മരിക്കും, പക്ഷേ അവയുടെ വർഗം അത് കണ്ടിന്യൂ ചെയ്തു പോകും. ഒരു നാച്ചുറൽ കലാമിറ്റീസോ പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായ അല്ലെങ്കിൽ മനുഷ്യൻ കാരണമാകുന്ന മറ്റ് കാരണങ്ങളോ ഒന്നുമില്ലെങ്കിൽ ആ ജീവിയുടെ സ്പീഷീസ് അല്ലെങ്കിൽ വർഗം കണ്ടിന്യൂ ചെയ്തു പോകും. What helped for these organisms to continue its species? That is what is called the process of reproduction. ഈ ജീവികളുടെ അതിൻ്റെ വർഗം തുടർച്ചയായിട്ട് തുടർന്നു പോകുന്നതിന് വേണ്ടി ആ ജീവികളെ സഹായിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം or reproduction. What is reproduction? Reproduction is the process of producing their own kind by an organism for the continuation of species. ഒരു ജീവി തൻ്റെ വർഗം അല്ലെങ്കിൽ സ്പീഷീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ തന്നെ അതേപോലെയുള്ള പുതിയ ജീവികളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. Reproduction is the process by which an organism produces its own kind for the continuation of species or continuation of life. Now, we can see human reproduction. മനുഷ്യ പ്രത്യുൽപാദനം, അതിനെക്കുറിച്ചാണ് നമ്മൾ നിങ്ങളുടെ പ്ലസ് ടുവിന് ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത്. ഇൻ യുവർ ഫസ്റ്റ് ചാപ്റ്റർ ഇൻ പ്ലസ് 2 സിലബസ് യു ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ ബീങ്സ് ആർ വിവിപാരസ്. ഹ്യൂമൻ ബീങ്സ് വിവിപാരസ് ആണ്. എന്ന് വെച്ചാൽ എന്താണ്? Viviparous organisms are those organisms which give birth. പ്രസവിക്കുന്ന ജീവികളെയാണ് വിവിപാരസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സസ്തനികളും വിവിപാരസ് ആണ്. ഓൾ മാമൽസ് ആർ വിവിപാരസ്. അപ്പോഴും മുട്ടയിടുന്ന ജീവികളെ എന്ത് പറയും? ഇതൊരു പട്ടിയാണ്, ഈ പട്ടിയുടെ കുഞ്ഞുങ്ങളെ അത് പ്രസവിക്കുകയാണ്, അതുകൊണ്ട് അത് വിവിപാരസ് ആണ്. So a dog is viviparous, a cow is viviparous, an elephant is viviparous. Of course, human beings are viviparous. Now, what about this swan? It lays eggs and the young ones hatch out of the egg. അങ്ങനെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്ന അതേപോലുള്ള പക്ഷികൾ, റെപ്റ്റൈൽസ്, ഉരകങ്ങൾ, ഇങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ ഓവിപാരസ് എന്ന് പറയുന്നത്. അപ്പം that there are 2 types of reproduction based on how they whether they give birth or they lay eggs. മുട്ടയിടുന്നോ അതോ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നോ എന്നുള്ളതനുസരിച്ച് 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഉണ്ട്. That is what is they are called viviparous and oviparous. And now human beings are viviparous. Now comes to the reproductive events in human beings. മനുഷ്യനിലെ പ്രത്യുൽപാദനത്തിന് ആ പ്രത്യുൽപാദന പ്രക്രിയയിലുള്ള പല പല സ്റ്റേജുകൾ, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ ഏതൊക്കെ ഘട്ടങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദർ ആർ സെവറൽ സ്റ്റെപ്സ് ഇൻ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്പർ 1 ഈസ് ഗാമറ്റോജെനസിസ്, ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. ഗാമറ്റോജെനസിസ് എന്ന് വെച്ചാൽ ബീജോൽപാദനം. അതിന് ബീജങ്ങളുടെ ഉൽപാദനമാണ്. 2 തരം ബീജോൽപാദനമുണ്ട്. There are 2 types of gametogenesis. Number 1 is spermatogenesis, that is a formation of sperms in the male, and another one is oogenesis, that is a formation of eggs.
ഒന്നാമത്തത് സ്പെർമാറ്റോജെനിസിസ് എന്ന് വെച്ചാൽ പുംബീജോൽപാദനമാണ്. അത് പുരുഷന്മാരുടെ ബീജോൽപാദനമാണ്. പുംബീജം ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് പുംബീജോൽപാദനം അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഇൻ ഫീമെയിൽസ് oogenesis, the formation of eggs. സ്ത്രീകളിൽ അണ്ടോൽപാദനം, ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് അണ്ടോൽപാദനം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ബീജോൽപാദനം, ഗാമറ്റോജെനിസിസ്. നമ്പർ 2, ഇൻസെമിനേഷൻ. You know that the sperms are formed in the males and the eggs are formed in the females, but they have to come together, then only they can fertilize. അല്ലേ? ഈ സ്പേംസ് പുംബീജം ഉണ്ടാകുന്നത് പുരുഷന്മാരിലും എഗ്സ് അല്ലെങ്കിൽ അണ്ടം ഉണ്ടാകുന്നത് സ്ത്രീകളിലുമാണ്. ഇവ ഒരുമിച്ച് വന്ന് സ്ത്രീയിലെത്തിയാൽ മാത്രമേ അത് ഫെർട്ടിലൈസേഷൻ, ബീജസങ്കലനം നടക്കുകയുള്ളൂ, കുഞ്ഞുണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ സ്പേംസിനെ പുരുഷനിലുണ്ടാകുന്ന പുംബീജത്തെ സ്ത്രീയിലെത്തിക്കണം. ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്. പുരുഷനിലുണ്ടാകുന്ന സ്പേംസിനെ സ്ത്രീയിൽ എത്തിക്കുക എന്നുള്ള ആ പ്രക്രിയയാണ് ഇൻസെമിനേഷൻ. ദെൻ ആഫ്റ്റർ ഇൻസെമിനേഷൻ ദ നെക്സ്റ്റ് വൺ ഈസ് ഫെർട്ടിലൈസേഷൻ, അതായത് ബീജസങ്കലനം. ദാറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ടു ഫോം സൈഗോട്ട്. ആൺബീജം അല്ലെങ്കിൽ പുംബീജവും അണ്ടവും തമ്മിൽ സംയോജിച്ച് സിക്താണ്ഡമുണ്ടാകുന്ന ആ പ്രക്രിയ, അത് സ്ത്രീയിലാണ് നടക്കുന്നത്. ആ പ്രോസസ്സിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഗാമറ്റോജെനിസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് സ്ത്രീയുടെ ഗർഭാശയത്തിൽ അതിലുള്ള ഫലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ യൂട്രൈൻ ട്യൂബിലാണ്. ആ ട്യൂബിൽ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ട് സിക്താണ്ഡം അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്നു. സൈഗോട്ട് ഈസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ദാറ്റ് സൈഗോട്ട് ഡിവൈഡ്സ് to form the embryo, and that embryo has to be placed in the uterus for its further development. ഉണ്ടാകുന്ന സിക്താണ്ഡം അത് വീണ്ടും വിഭജിച്ച് ഒരു ഭ്രൂണമായി മാറുകയും ആ ഭ്രൂണം സ്ത്രീയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ച് വളരുകയും ചെയ്യണം. അങ്ങനെ ആ ഭ്രൂണത്തെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ ഈസ് ദ process of the formation of embryo and its attachment to the uterine wall. Okay, then comes gestation. ഈ ഭ്രൂണം പറ്റിപ്പിടിച്ച് ഗർഭാശയത്തിലിരുന്ന് അതിൻ്റെ ഗർഭകാലം കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയായി ഭരിച്ചിട്ട് അത് പ്രസവിക്കണം. അപ്പം അതിൻ്റെ ആ എംബ്രിയോയുടെ അല്ലെങ്കിൽ ഭ്രൂണത്തിൻ്റെ വളർച്ച, അതിൻ്റെ ആ കാലഘട്ടം, അതിനെയാണ് ജസ്റ്റേഷൻ പീരീഡ്, gestation എന്ന് പറയുന്നത് ഗർഭകാലം. The development of the embryo in the uterus, gestation, the time period, okay, of the development of embryo in the uterus is what is called gestation. In human beings it is around 270 days, 280 days, okay. ഒരു 270-280 ദിവസമാണ് മനുഷ്യനിലെ ഗർഭകാലം. around 9 months, 9 മാസം ആണ്. അത് കഴിഞ്ഞ് ഗർഭകാലം കംപ്ലീറ്റ് ചെയ്താലോ then comes parturition, the delivery of the baby, the childbirth. So we know what are the events in human reproduction. Number 1 is gametogenesis, formation of gametes. There are 2 types of gametogenesis. One is spermatogenesis and the other one is oogenesis, formation of sperms and formation of eggs. Then comes insemination, the transfer of sperms into female genital tract. After that, then fertilization, the fusion of male and female gametes to form zygote, സിക്താണ്ഡം ഉണ്ടാകുന്നു. പിന്നീട് implantation, the attachment of embryo in the uterine wall, then gestation, the development of the embryo in the uterus, then parturition, the delivery of the baby. Okay.